തൃശൂർ ജില്ലയിലെ കനോലി കനാൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ഉദാസീനത. നടപടിയില്ലാത്ത പശ്ചാത്തലത്തിൽ പുഴയിൽ കയ്യേറ്റം വീണ്ടും തുടരുകയാണ്. അതേസമയം കയ്യേറ്റം തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കനോലി കനാലിൽ നിയമങ്ങൾ നോക്കുകുത്തിയാക്കി നടത്തുന്ന വമ്പൻ കയ്യേറ്റങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. കയ്യേറ്റങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മന്ത്രി വി എസ് സുനിൽകുമാർ നൽകിയിട്ടും ജില്ലാ ഭരണകൂടം ഉദാസീനത തുടരുകയാണ്. കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ കനോലി കനാലിന്റെ കയ്യേറ്റം തടയുന്നതിന് വേണ്ടി ഇനി നടപടികളുടെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ കലക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ഇനി വീണ്ടും കലക്ടറെ വിളിച്ച് സംസാരിക്കും. മാത്രമല്ല വേണ്ടി വന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി സർവേ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നുകൊണ്ട് ഈ കയ്യേറ്റം തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിക്കുകയും കയ്യേറ്റം ചെയ്ത ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്യും. പുഴ കയ്യേറുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല. കയ്യേറ്റം നടന്നുവെന്ന് സംബന്ധിച്ച കൃത്യമായ ബോധ്യമുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ഉണ്ടെന്നത് കണ്ടെത്താൻ സാറ്റലൈറ്റ് സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടിവരും. ഇതിനായി ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർവേ ഡിപ്പാർട്ട്മെന്റ് പലപ്പോഴും നമുക്ക് ഇപ്പോഴും ആ റിവർ മാപ്പിംഗ് ഇല്ല. അപ്പൊ ആ റിവർ മാപ്പിംഗ് നടത്തിയാൽ അറിയാൻ പറ്റില്ല. അതിനകത്ത് സാറ്റലൈറ്റ് സർവേ ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മളിപ്പോൾ സർവേ ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൂടി സംയുക്തമായി തന്നെ അങ്ങനെ ഒരു ഡ്രൈവ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കനോലി കനാലിന്റെ കാര്യത്തിൽ. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും. ഉദ്യോഗസ്ഥർ ഉദാസീനത തുടരുന്ന പശ്ചാത്തലത്തിൽ മേഖലയിൽ വീണ്ടും കയ്യേറ്റങ്ങൾ തുടരുകയാണ്. പുഴയിൽ കല്ലിറക്കി ചെളി നിറച്ചാണ് കയ്യേറ്റം നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കുമെതിരെ പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസെടുക്കുകയാണെന്നും ആരോപണമുണ്ട്. പയ്യൂർമാട് മേഖലയിൽ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ബന്ധുവിന്റെ സ്ഥലത്തോട് ചേർന്നാണ് ഏക്കർ കണക്കിന് പുഴ കയ്യേറിയിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.